ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് കം ഒരു ഫുഡ് എക്സ്പ്ലോറിങ് വീഡിയോ ആയിരിക്കും. സമയം ഇപ്പോൾ ഒരു മണിയല്ലേ? യെസ്, 1 മണി ആവുന്നു. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണത് ഫസ്റ്റ് തന്നെ നമ്മളുടെ ഫുഡ് പോകാൻ പോണത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ കോക്കനട്ട് കൗണ്ടിയിലാണ് പോണത്, കോഷാം എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമുക്ക് ഇവിടെ നിന്ന് എത്ര സമയം കാണിക്കുന്നുണ്ട് അങ്ങോട്ട്? ഒരു 1.5-3 മണിക്കൂർ കൊണ്ട് എന്തായാലും അവിടെ എത്തും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കും. എന്താ കഴിക്കണേ? ഞാൻ ബിരിയാണിയാ? എനിക്ക് ഒരു സൈഡും ബാക്കി ഒരു മെയിൻ ഓർഡർ. വേറെ വെള്ളമൊന്നും വേണ്ട. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് മാറുമോ? അവിടെ അവിടെയാണ് കഴിവ്. അതെ അതെ. നമ്മൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്, പക്ഷെ നമുക്ക് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ വേറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള സ്ഥലത്ത് നോക്കി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ചെയ്തത് കേട്ടോ. ഹോട്ടലിലെത്തിയപ്പോൾ തന്നെ നമ്മൾ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനൊക്കെ മാറി അവിടുത്തെ മെനു കണ്ടപ്പോൾ. എന്നാലും എനിക്കുണ്ടായിരുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യണോ മന്തി ഓർഡർ ചെയ്യണോ എന്നുള്ളതായിരുന്നു കേട്ടോ. കാരണം ഞാൻ എവിടെ പോയാലും ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസാണ്. അത് വിട്ടൊരു കളി എനിക്കില്ല. നോർമൽ ചിക്കനിൽ മറ്റേ ഈ വേവിച്ച ചിക്കൻ്റെ അതാ അൽഫാം. അത്രയ്ക്ക് സ്പൈസി ആക്കാണ്ടോ? ആണോ? അന്നത് ഒട്ടും സ്പൈസി വേണ്ട. അങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒഴിവാക്കി ഹാപ്പി മന്തിയിലേക്ക് കിടന്നു. കൺഫ്യൂഷനാണ്. ഇത് അത്ഭുത നിമിഷം. ചിക്കൻ ഫ്രൈഡ് റൈസ് ആദ്യം ഓർഡർ ചെയ്തു, പിന്നെ വേണ്ട മന്തി മതി. നിന്റെ ചെയർ വന്നോ? നീ ഇരിക്കുന്നുണ്ടോ ചെയറില്? കറലേ ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഓർഡർ ചെയ്ത BDFും അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഡ്രൈൻ്റെ വീഡിയോസൊന്നും ഇല്ല. അതൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഇങ്ങോട്ട് അടിച്ചു മാറിയ കാരണം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾ സച്ചിൻ ഓർഡർ ചെയ്തിട്ടുള്ള പാൽക്കപ്പയും ബീഫും ഇങ്ങനെ കാണാം. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ബാക്കിയുള്ള ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ ആ ഒരു കാത്തിരിപ്പ് നിങ്ങൾ കാണാം. വന്നത് മീനയുടെ ബിരിയാണിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാം. ഈ സമയത്ത് ചെയ്യാമോന്നറിയില്ല. ബീഫ് ബിരിയാണി വന്നു, പാൽക്കപ്പ വന്നു, ലാം ബിരിയാണി വന്നു. എൻ്റെ മന്തി മാത്രം വന്നില്ല, അമ്മയുടെ മന്തി മാത്രം വന്നില്ല. ധൈര്യമായിട്ട് ഓടിച്ചോളൂ, ഇടിച്ചേ ഞാൻ പറയാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പോർട്സ്മൗത്ത് തന്നെ ഉള്ള ഗൺവാർഫ് കീയിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് നടത്തിയിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അല്ലുട്ടനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛന് എങ്ങനെയൊക്കെയാണ് തിരിച്ച് പാർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമീപിച്ചതാ ഇവനെ രാജകീയമായിട്ട് ഈ സ്ട്രോളറിൽ ഇരുത്തിയിട്ടുണ്ട്. Through the stillness, the clouds drift high. Thoughts like breezes whisper by. Endless waves of a calm blue sky.
where dreams take wings and learn to fly. Gentle echoes of times each shadow ഈ സ്ഥലം ഞങ്ങളെ വ്ളോഗിൽ എല്ലാപ്പോഴും ഉണ്ടാവും. സെയിം സ്ഥലങ്ങൾ. അവിടെ പോയി ജ്യൂസ് കുടിക്കുന്നു, ഇവിടെ പോകുന്നു. അത് കണ്ണെട്ടി ആപ്പിയുടെ തറവാട് മൈക്കിൾ. ഞങ്ങൾ കുണുങ്ങി പോണത് ലിൻഡിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഒരു ഐസ്ക്രീമും ഒരു ഷേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ ലിൻഡി പോകണമെന്ന് അത് നിർബന്ധമാണ്. എന്താ പറയണേ? അവിടെ എത്തിയപ്പോൾ ഞാൻ ഈ ഷെയ്ക്കും അതുപോലെ തന്നെ ഐസ്ക്രീമും പറയാനായിട്ടുള്ള ക്യൂവിൽ നിന്നു. നിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ഏതാ എടുക്കണ്ടേന്ന് കൺഫ്യൂഷനായിട്ട് ഒരു ബാഗ് എടുത്ത് അവൾ അതിൽ ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. through the stillness. The പൈപ്പിൻ ചോട്ടിലെ പ്രണയം. പ്രണയം, അതെ. അമ്മയും മോനും അടിയായി. ഇവിടെ വരാൻ മെയിൻ കാരണം സച്ചിനൊരു ഷൂ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തതായി വന്നത് ന്യൂ ബാലൻസിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സെയിലൊരു ഷൂ കണ്ടു. അത് അല്ലൂട്ടന് കറക്റ്റ് സൈസാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. പിന്നെ ആശാൻ അതിൽ നിന്ന് ഇറങ്ങണില്ല. അവസാനം ഞങ്ങൾക്കത് മേടിക്കേണ്ടി വന്നു. സെയിലെന്ന് പറയുകയാണെങ്കിലും അത്ര സെയിലായിട്ട് എനിക്കത് തോന്നിയില്ല കേട്ടോ. പിന്നെ അവന് ഷൂ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഓക്കെ എന്നും പറഞ്ഞ് നമ്മളത് വാങ്ങി. Through the stillness, the clouds drift high. Thoughts like breezes whisper by. Endless waves of a calm blue sky, where dreams take wings. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ഊരിനില്ല പിന്നെ. പിന്നെ അച്ഛൻ്റെ കൂടെ കൈ പിടിച്ച് ആ വാങ്ങിയ ഷൂവിൻ്റെ ഷോയും കാണിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇവിടെ തന്നെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ പോലെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായ കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല. പോണ വഴിക്ക് ഈ ഒരു കുഞ്ഞ് ട്രെയിൻ കണ്ടു കേട്ടോ. ചുമ്മാ ആൾക്കാരൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളതിൽ കയറാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഇവൻ സമ്മതിക്കണുണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കണ്ടായിരുന്നില്ല, ഇങ്ങനെ കറങ്ങി നടക്കാം. Thoughts like breezes whisper by. Endless waves of a calm blue sky. ഞങ്ങളത് കഴിഞ്ഞിട്ട് MKൻ്റെ ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെരുപ്പ് നോക്കാനായിട്ട്. ഞാൻ കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു ചെരുപ്പ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫറിന് നല്ല ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംഭവം എന്താ വെച്ചാൽ എൻ്റെ കറക്റ്റ് സൈസിനുള്ള ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് സെയിലിൽ ഉണ്ടായിരുന്നില്ല. സെയിലില്ലാത്ത കാരണം ഞാൻ വാങ്ങാൻ നിന്നില്ല. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ സെയിലുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് വാങ്ങാറ്. അതാകുമ്പോൾ നമുക്ക് നല്ല അഫോർഡബിളായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. Binds the soul to this serene place. Let it go, let it be, like a river rolling free. In the silence you will see. അല്ലു എനിക്ക്
എനിക്കിവിടെ സെലക്ട് ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പുകളൊക്കെ. ഞങ്ങൾ എൻ്റെ കറക്റ്റ് സൈസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അവിടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാം കെട്ടിപ്പൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. telling secrets of where we're from. In the quiet, our hearts succumb to a rhythm eternal as the drum. Glimmers dance on the ocean's crest. Nature hums her song, no quest. A lullaby to draw. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ കൂടുതലെടുത്ത് തന്ന നിഞ്ചയ്ക്ക് നന്ദി മാത്രം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.